ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്തു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തും ഒരു അനുഗ്രഹിക്കപ്പെട്ടവരാണ്. തനിക്ക് 3 പ്രാർത്ഥന വിഷയങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് തൻ്റെ വസ്തുവിൻ്റെ അതിര് തർക്കവുമായിട്ട് ആ വിഷയത്തിനകത്ത് അതിര് പ്രശ്നമായി നിൽക്കുന്നതിനകത്ത് ദൈവം ഒരു അത്ഭുത പ്രവൃത്തി അയക്കേണ്ടതിനായിട്ട് തൻ്റെ ഭാഗത്ത് നീതിയുള്ളത് കൊണ്ട് താൻ കോടതിയിൽ അതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. തനിക്ക് അനുകൂലമായ എല്ലാ കാര്യങ്ങളും അതിനകത്ത് നടക്കേണ്ടതിനായിട്ടും അതേപോലെ തന്നെ തൻ്റെ മകളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട് അവർ ഇപ്പോൾ UK ആയിരിക്കുന്നത്. അവരെ കുടുംബജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ എല്ലാ നിലയിലും ദൈവം അവരെ മുമ്പോട്ട് നടത്തേണ്ടതിനായിട്ട് അവരെ ജീവിതത്തിനകത്ത് ഇരിക്കുന്ന എല്ലാ എതിരുകളും മാറേണ്ടതിനായിട്ടും അതേപോലെ തന്നെ മകൻ ബാംഗ്ലൂരിലായിരിക്കുന്നു. മകൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം കർത്താവ് ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദാനമായി കൊടുക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ പ്രിയ ബ്രദറിനും സിസ്റ്ററിനും ഇവർ ശാരീരികമായി മാനസികമായി അനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും വ്യതകളിൽ നിന്നും രോഗത്തിൽ നിന്നും കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി കർത്താവ് ഇവരെ സന്തോഷത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എത്ര പേർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകും? എല്ലാവരും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാണ്. കണ്ണുകൾ അടയ്ക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ തിരുവനന്തപുരത്ത് നിന്നായിരിക്കുന്ന പ്രിയ ബ്രദറിനും കുടുംബത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ആ വസ്തുവിൻ്റെ പ്രശ്നത്തിനകത്ത് അത്ഭുതകരമായൊരു വിടുതലും ദൈവികമായ നന്മയും ദൈവികമായ പ്രൊട്ടക്ഷനും താൻ അനുഭവിക്കണമപ്പാ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് തമ്പുരാൻ അത്ഭുത ജയം അയച്ചു കഴിഞ്ഞതിനായി നന്ദി. അതേപോലെ തന്നെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ഫേവർ UK മകളുടെയും കുടുംബത്തിൻ്റെ മേളിലും ദൈവം വെളിപ്പെടുത്തേണ്ടതിനായിട്ട് കർത്താവെ, അവരെ കുടുംബജീവിതം സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുപോകുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ തന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ കരം കർത്താവെ മകന് വേണ്ടി ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അധികം വിശ്വസിക്കുന്നു. ആ മകനൊരു അത്ഭുതം സംഭവിക്കണം. ആ മകൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി നടക്കണം. കർത്താവെ, ദാനമായി അങ്ങ് ഒരു തലമുറയെ കൊടുത്തെന്ന് കേൾക്കുവാൻ കർത്താവെ, അത്ഭുതം ചെയ്ത അബ്രഹാമിൻ്റെ ദൈവം വിശ്വസ്തനെന്ന് പറയുവാനായിട്ട് തക്കമുണ്ട്. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങത് ചെയ്തതിനായി നന്ദി. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു. കടന്നു വന്നാണ്. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായി ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചത്. ആ നിലയിൽ തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാം, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലെങ്കിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇന്ന് ഈ തിരുവചനം മാറ്റം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുമ്പോൾ കുടുംബമായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചില വലിയ അത്ഭുതങ്ങൾ ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നാം കാണേണ്ടതിനായിട്ട് നാം ഏകാഗ്ര ഹൃദയത്തോടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുമ്പാകെ ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രിയരെ, പ്രാരംഭത്തിൽ തന്നെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ, നമ്മളൊരു ഡോക്ടറിനെ കാണാൻ പോകണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് ആ ഡോക്ടറിൻ്റെ റൂമിലേക്ക് കയറുമ്പോഴേ നമ്മൾ അറ്റൻഷൻ ആകും. കാരണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നാം പിടിച്ചു പറ്റേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ ആ നിലയിൽ ഇരിക്കുന്ന ഒരാളെ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ആ റൂമിലേക്ക് ചെല്ലുന്നതിന് മുമ്പേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ആയിരിക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ബാക്കി എല്ലാ വിഷയങ്ങളും ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് കർത്താവിന് നിങ്ങളുടെ വിഷയങ്ങളെ മാറ്റാൻ കഴിയുമെന്നും നിങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നുള്ള ആ വലിയ ബോധ്യം നിങ്ങൾക്ക് വെളിപ്പെട്ട് വരേണ്ടത് ആവശ്യമാണ്. അതേ നിലയിൽ തന്നെ ഞാൻ നിന്നുകൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ സാഹചര്യത്തിനകത്ത് ഇരുന്ന് ഈ വചന സന്ദേശം നിങ്ങൾ കേൾക്കരുത്. ഹല്ലേലൂയ, അയ്യോ എൻ്റെ എല്ലാം അവസാനിച്ചു, എനിക്കിനി ഒരു വഴിയില്ല, ഈ ദൈവദാസൻ എന്താണ് ഈ പറയുന്നത്, ആ നിലയിൽ ഇരിക്കരുത്. രോഗത്തിലോ വേദനയിലോ പ്രയാസത്തിലോ ഇരുന്ന് ഈ മെസ്സേജ് കേൾക്കാതെ വിശ്വാസത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങൾ എത്ര നിരാശപ്പെട്ട് എത്ര വേദനിച്ചാണ് ഈ മെസ്സേജ് കേൾക്കുന്നെങ്കിലും ഇതിൻ്റെ നടുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പദം പറയുന്നത്. കർത്താവിൻ്റെ കരം നിങ്ങളെ ഒന്ന് തൊട്ടാൽ, ദൈവം നിങ്ങളെ ഒന്ന് സ്പർശിച്ചാൽ, ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടാൽ ദൈവത്തിന് നിൻ്റെ അവസ്ഥയെ മാറ്റിമറിക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ
തന്നെ ആരംഭത്തിൽ തന്നെ വിളിച്ചു പറയുന്നു, ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുനീരിൽ ശ്രദ്ധിക്കുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി വലിയ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. അറിയാം, തലമുറയുടെ വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് ഇനി ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിലവർക്ക് വേണ്ടി അത്ഭുതമായ വഴി. ഹല്ലേലൂയ. അടുത്ത മണിക്കൂറുകളിൽ നിങ്ങൾക്ക് ആ ഫോൺ കോൾ വരാൻ പോകുന്നു, വാട്സപ്പ് മെസ്സേജ് ആ മൊബൈലിൽ വരാൻ പോകുന്നു, ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മെയിൽ ലഭിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുന്നു. ആ മുടങ്ങിപ്പോയ വിവാഹത്തിനകത്ത് ഈ മണിക്കൂറുകളിൽ വീണ്ടും ഒരു എഴുന്നേൽപ്പ് സംഭവിക്കാൻ പോകുന്നു. കാരണം സാഹചര്യങ്ങളെ ജയിച്ച, സാഹചര്യങ്ങളുടെ മേളിൽ അത്ഭുതത്തെ ചെയ്യാൻ കഴിയുന്ന വലിയവനായ ദൈവത്തെ ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. ഒന്നുകൂടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇന്നലെ രാത്രി വരെയും ഒന്നും കിട്ടാതെ മുമ്പോട്ടിനി എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് രാവിലെ നിൽക്കുന്ന പത്രോസിന്റെ പടകിനെ യേശു തിരഞ്ഞെടുത്തുകൊണ്ട് പത്രോസിന്റെ പടകിൽ യേശുവിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെങ്കിൽ വാസ്തവമായിട്ട് വിശ്വസിക്കണം. ഞാൻ അതൊന്നുകൂടൊന്ന് തെളിവായി പറയട്ടെ. ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ആ കടലിൽ ഒന്നും ലഭിച്ചിട്ടില്ല. ആ പടക് ശൂന്യമാണ്, ആ വല ശൂന്യമാണ്. എന്നാൽ കർത്താവ് കയറിയ ആ സമയത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ആ പടക് നിറയുന്ന രീതിയിൽ, ആ വല നിറയുന്ന രീതിയിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയാം, എൻ്റെ കർത്താവിൻ്റെ ശബ്ദമാണ് അവിടെ വെളിപ്പെട്ടത്. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ ശൂന്യതകൾ മാറാൻ പോവുകയാണ്, സാഹചര്യം മാറാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ മുതൽ നിങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങണം. ഞാൻ ആത്മാവിൽ ആവേശത്തിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ്റെ ശബ്ദം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ പോകുന്നു. ഇങ്ങനെ തന്നെ ഞാൻ വിളിച്ചു പറയും. 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഏത് പട്ടണത്തിൽ നിന്നാണോ ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി അതിവേഗം ഓടുന്ന, അതിവേഗം ചലിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. ഒരു ദൈവപ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിച്ച് ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവെ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി മുഴു ഹൃദയത്തോടെ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇവരെ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരണമേ. ഇവരുടെ ജീവിതത്തിനകത്ത് ഇന്ന് ഈ വചനം തൊടണമേ അപ്പ. കർത്താവിൻ്റെ കരം ഇവർക്ക് വേണ്ടി ചലിക്കണമേ അപ്പ. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ അടുത്തത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് വെക്കേണ്ടതെന്നൊക്കെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിന് ചലിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സകലതിനെയും സൃഷ്ടിതാവ് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ച്, അവൻ സൃഷ്ടിതാവാണ്. സൃഷ്ടിതാവിനെ മാത്രമേ ഞാനും നിങ്ങളും ആരാധിക്കാവൂ. എൻ്റെ കർത്താവ് ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത പദം നിങ്ങൾ നോക്കി, ഭൂമി പാഴും ശൂന്യവും ആഴത്തിനും ഇത് ഇരുളുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതാ വാക്യം പറയുകയാണ്, ദൈവത്തിൻ്റെതാണ് സൃഷ്ടിയെങ്കിലും ഈ ഭൂമിയിൽ 3 തിന്മകൾ വാണുകൊണ്ടിരുന്നു. 1 പാഴായ, 2 ശൂന്യമാക്കപ്പെട്ട, 3 ഇരുളാക്കപ്പെട്ട അനുഭവത്തിനകത്ത് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പാഴായ വർഷങ്ങളിലാണോ നിങ്ങൾ നിൽക്കുന്നത്? തലമുറയുടെ വിഷയത്തിനകത്ത് പാഴായി, വിദ്യാഭ്യാസം അടഞ്ഞുപോയി, അറിയാം, വിവാഹ ജീവിതം അടഞ്ഞുപോയി, അറിയാം, രോഗത്താൽ കിടക്കയിൽ കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെ വർഷങ്ങൾ പാഴായി എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത് എന്തോ ഒന്ന് ചലിക്കാൻ പോവുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് ഒരാടമേളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അസാധാരണമായ മാറ്റം വരും കേട്ടോ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിക്കുകയാണ്, ഹല്ലേലൂയ, കാറ്റിനോട് ഉപമിക്കുകയാണ്, അതേപോലെ തന്നെ വെള്ളത്തോട് ഉപമിക്കുന്നതായി കാണാൻ പറ്റും. നിങ്ങൾ വിശ്വസിച്ച്, കാറ്റ് ആ റൂമിനകത്ത് വെളിപ്പെട്ടാൽ ആ റൂമിനകത്ത് എന്താണോ സ്മെല്ലുണ്ടാകുന്നത് അത് പരക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ വെള്ളത്തിനകത്ത് ഒരു പൂച്ചയോ ഒരു കോഴിയോ എന്തെങ്കിലും ഒന്ന് ചത്തു വീണാൽ ആ വെള്ളം മാലിന്യമായി അഴുക്കായി മാറുന്നത് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അറിയാം, കാറ്റിനെ മലിനമാക്കാൻ പറ്റും, വെള്ളത്തെ മലിനമാക്കാൻ പറ്റും, പക്ഷേ തീയെ അങ്ങനൊന്നും മലിനമാക്കാൻ പറ്റത്തില്ല. തീയിൽ എന്തെങ്കിലും ചത്തത് വീണാൽ ആ തീ അതിനെ ദഹിപ്പിച്ച് കളയും. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു സ്മെല്ല് വന്നാൽ അതിനെ ഇല്ലാതാക്കി കളയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് തീയുടെ ഒരു വലിപ്പം ഇപ്പോൾ മുതൽ തുറക്കാൻ പോവുകയാണ്. തീയുടെ ശക്തി ഇപ്പോൾ മുതൽ തുറക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് മാളിക റൂമിൽ ഇറങ്ങി അതേ തീ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേളിൽ ആഴമായി ചലിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥനയിൽ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവെ, എന്നെ കാണുന്ന ഓരോ ദൈവമക്കളുടെ മേളിലേക്കും ഇതാ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം സംഭവിക്കട്ടെ. ഇതാ 2-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിനും ഇത് ഇരുളായിരുന്നു, എന്നാൽ വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. എന്നെ കേൾക്കുന്നവരെ,
ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ തൊടുന്നു എന്നുള്ളൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, നിങ്ങൾ ഈ സമയത്ത് പ്രതികരിച്ചു തുടങ്ങും കേട്ടോ. ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ ഏത് ലോക്കുകളും അഴിയും, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ ഇപ്പോൾ തുറന്നു പോകും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇതാ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, യേശുവിൻ്റെ കല്ലറയുടെ മേളിൽ ഇതേ ശക്തി വെളിപ്പെട്ടപ്പോൾ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഈ ശക്തി ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് കാണുകയാണ്. ജീവിതത്തിനകത്ത് മരിക്കണമെന്ന് തോന്നിയ അനുഭവത്തിൽ, ജീവിതത്തിനകത്ത് തീർന്നു എന്ന് തോന്നുന്ന അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ ഇപ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുന്ന ഒരനുഭവത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയത് നിങ്ങൾ പ്രതീക്ഷിക്കണം. എങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1:2 വാക്യത്തിൽ പറയുന്നു, പാഴായ ശൂന്യമായ ഇരുളായ ഭൂമിയുടെ മേളിൽ ഇതാ വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർത്തുകൊണ്ടെന്ന് പറയാം, പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഞാൻ അനുഭവിക്കുന്നു. ഒന്ന്, പാഴായ വർഷങ്ങൾ, പാഴായ തലമുറയുടെ അനുഭവങ്ങൾ. ഈ അനുഭവത്തിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളൊരു എഴുന്നേൽപ്പ് കാണാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഒന്ന് ഏറ്റെടുത്തോ. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ ചലനമുണ്ടാകാൻ പോവുകയാണ്. 2, ശൂന്യമാക്കുന്ന അനുഭവം. ഇതാ വെള്ളത്തിന് മേളിൽ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്നെ കാണുന്ന ചില കുടുംബങ്ങളിലേക്ക് ചലിച്ചാൽ, ഇന്ന് ഞാൻ വ്യക്തമായി കുടുംബങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്, കുടുംബങ്ങളെയാണ് തൊടുന്നത്. കുടുംബത്തിനകത്ത് നിൽക്കുന്ന വഴക്കുകൾ തീരുന്ന രീതിയിൽ, കുടുംബങ്ങളിൽ ഇന്നലത്തെ കാര്യങ്ങൾ പറഞ്ഞ് വേദനപ്പെടുന്ന അനുഭവത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടായാൽ അവിടെ ശൂന്യമാക്കപ്പെടുന്ന എല്ലാ അനുഭവങ്ങളും മാറി വലിയ നിറവുകൾ, സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ മേലിൽ വ്യാപരിക്കട്ടെ. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, എലീശയുടെ മുമ്പിൽ വന്ന പ്രവാചകന്റെ ഭാര്യ പറയുന്നു, കടഭാരം കാരണം എൻ്റെ 2 മക്കളെയും കടക്കാർ പിടിച്ചു കൊണ്ടുപോകാൻ പോവുകയാണ്. പക്ഷേ അവളുടെ വീട്ടിനകത്ത് എണ്ണയുടെ നിറവ് സംഭവിച്ചു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ സമയം മുതൽ നിങ്ങളുടെ വീട്ടിൽ നിറവ് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കാൻ പോവുകയാണ്. സ്വീകരിക്കുന്നവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വലിയ വിടുതലുകൾ, വലിയ ദൈവപ്രവർത്തികൾ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ചില കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കട്ടെ. ആ പരിവർത്തനത്തിനകത്ത്, ആ കുടുംബത്തിനകത്ത് പാഴായി എന്ന് പറയുന്ന എല്ലാ അനുഭവങ്ങളെയും തുടരണമേ കർത്താവേ. ശൂന്യമാക്കപ്പെട്ട സാമ്പത്തിക അവസ്ഥയെ, ശൂന്യമാക്കപ്പെട്ട അനുഭവങ്ങളെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിറവിലേക്ക് കൊണ്ടുവരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുറവുകൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അതിശയങ്ങൾ സംഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും അനുഭവിക്കാത്ത ചില വലിയ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ മുതൽ വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടുന്നതിനായി സ്തോത്രം. 3ാമത്തെ ചിന്ത അവിടെ കൊടുത്തിരിക്കുന്നത്, ഹല്ലേലൂയ, ആഴത്തിന് മീതെ ഇരുളായിരുന്നു എന്ന് പറഞ്ഞാൽ ജീവിതത്തിനകത്ത് ഇരുൾ വെളിപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ, കാരണം തപ്പിത്തടയുന്നത് പോലാണ്. അടുത്തത് എന്ത് സംഭവിക്കും, മുമ്പോട്ട് എങ്ങനെ പോകും, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഭാരത്തിൽ, പ്രയാസത്തിൽ ഏതെങ്കിലും കുടുംബങ്ങളോ വ്യക്തികളോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഇതാ മാളിക റൂമിൽ ഇറങ്ങിയ ആ വെളിച്ചത്തിൻ്റെ ശക്തി, ആ വലിയ വാതിൽ തുറക്കുന്ന ശക്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തുറന്നു വരികയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ സമയത്ത് ചിലവർ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ വലിയ ദൈവശക്തി അനുഭവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും ചലിക്കാത്തതുപോലെ ഒരു ഭയങ്കര ദൈവിക അനുഭവം, ഭയങ്കരമായ ദൈവിക ശക്തി ഇപ്പോൾ മൂവ് ചെയ്യുകയാണ്, ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ഒരു വലിയ ദൈവകൃപ ഇവരുടെ മേലിൽ ചലിക്കട്ടെ. ഇപ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ ശക്തി ഇവരുടെ മേലിൽ നിഴലിടട്ടെ. വലിയ ദൈവശക്തി വെളിപ്പെട്ട് വരട്ടെ. 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് നിൻ്റെ ജീവിതത്തിലെ വാതിലുകളെ തുറക്കാൻ കഴിയും. ആത്മാവിൽ എൻ്റെ കൂടെ ചോർന്നൊന്ന് ബലാൽക്കാരിയാകാൻ പറ്റുമെങ്കിൽ, ഈ വചനത്തിനകത്തൊന്ന് മുറുകെ പിടിക്കാമെങ്കിൽ, എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങൾ തകർച്ചയിൽ നിന്ന് പുത്തൻ അനുഭവങ്ങളിലേക്ക്, പുത്തൻ എഴുന്നേൽപ്പുകളിലേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോടും ഇന്നത്തെ വചന സന്ദേശം ഞാൻ ആമുഖം എന്ന നിലയിലൊന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ തകർന്ന വ്യക്തിയാണോ, നിങ്ങൾ യേശുവിനെ ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങളുടെ തകർച്ചയിൽ നിന്ന് നിങ്ങൾ അത്ഭുതം കാണാൻ പോകുന്നു. എന്നെ കേൾക്കുന്നവരെ, തകർന്ന കുടുംബങ്ങളെ പണിയുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഇതാ വെളിപ്പെട്ട് വരികയാണ്. ഞാൻ കുറേ വാക്യം എന്ന നിലയിൽ ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 127 അതിൻ്റെ 1 വാക്യത്തിലേക്ക്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. പ്രിയരെ, വായിച്ചു കേട്ട വാക്യത്തിനകത്തെ ആഴം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ കുടുംബത്തെക്കുറിച്ചാണ് തൊടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുകയാണ്. നിങ്ങൾ ഈ വചനത്തെ ആഴമായി ശ്രദ്ധിക്കുമ്പോൾ അതിനകത്തൊരു ആഴം നമുക്ക് കാണാൻ കഴിയും. പണിയാനും ചാൻസ് ഉണ്ട്, പണിയാതിരിക്കാനും ചാൻസ് ഉണ്ട്. എൻ്റെ ഭാഷയിൽ ഞാൻ വിശ്വസിക്കുന്നത്
ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ പണിയും. ഹല്ലേലൂയ. കർത്താവിനെ ക്ഷണിച്ച് കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചതൊന്നും ഇതുവരെയും തകർന്നതായി കാണുന്നില്ല. കാരണം ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാനതിനെ തീർത്തു തരും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രയാസത്തിലും ഭാരത്തിലുമാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ നിങ്ങളെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ, സങ്കീർത്തനം 55-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതാ പണിയുന്ന ദൈവത്തിൻ്റെ കരത്തിലേക്ക്. ഇരമ്യാവിനോട് ചോദിച്ചാൽ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 18 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കിയാൽ പ്രവാചകനോട് പറയും, നീ കുശവൻ്റെ വീട്ടിലേക്ക് വരിക, അവിടെ വെച്ച് എൻ്റെ വചനങ്ങളെ ഞാൻ നിന്നെ കേൾപ്പിക്കും. കുശവൻ പണിയുന്നവനാണ്. ഒരു പാത്രം അവൻ്റെ കയ്യിൽ നിന്ന് തകർന്നു പോകുന്നു, ഇല്ലാതായി തീരുന്നത് കാണാൻ പറ്റും. പക്ഷേ അവൻ അതിനെ തനിക്കിഷ്ടമുള്ള ഒരു പാത്രമായി മെനഞ്ഞെടുക്കുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം തകർച്ചയിലാണ് എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇപ്പോൾ മുതൽ എന്നെ ശ്രദ്ധിക്കേണ്ടവർ പറയേണ്ടത്, കർത്താവെ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു, ഞാൻ എന്നെ മുറ്റും നൽകുകയാണ്, കർത്താവെ അങ്ങനെ പണിയണമേ. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് ഈ 2 വാക്യങ്ങളുടെ ആഴം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പണിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതമാണ്. പണിയാതിരുന്നാൽ എങ്ങും എത്താത്തൊരു അനുഭവത്തെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതാ കർത്താവ് തൻ്റെ സഭയെക്കുറിച്ച് പറയുകയാണ്, ഞാൻ അത് പണിഞ്ഞിരിക്കും, ഞാൻ എൻ്റെ സഭയെ പണിഞ്ഞിരിക്കും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇനി എന്തെല്ലാം എതിരുകളുണ്ടെങ്കിലും കർത്താവ് തൻ്റെ സഭയെ പണിഞ്ഞിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്നെ കാണുന്ന ശുശ്രൂഷകർ ഉറപ്പോടെ ധൈര്യത്തോടെ പറയണം, കർത്താവെ അങ്ങ് എന്നിലൂടെ ആ സഭ പണിയുന്നതിനായി നന്ദി, ഞാനും ഇതിൻ്റെ പങ്കാളിയായി തീരുന്നതിനായി സ്തോത്രം, കർത്താവിൻ്റെ കരം അതിനകത്ത് വെളിപ്പെട്ടതിനായി സ്തോത്രം, എന്നെ ഈ സഭയിലാക്കിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മിനിറ്റുകൾ പ്രാർത്ഥിക്കണം. എന്നാൽ കുടുംബ വിഷയത്തെ നിങ്ങൾ നോക്കിയാൽ യേശുവിനെ അതിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ യേശു ഇടിച്ചു കയറി നിന്റെ വിഷയത്തിൽ വരുന്നയാളല്ല എന്ന് വചനം നാം പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ വചന ശബ്ദം കേൾക്കുമ്പോഴും കർത്താവ് നിങ്ങളുടെ വാതിൽക്കൽ മുട്ടുകയാണ്. കർത്താവ് ഇടിച്ചു കയറി വരുന്ന ഒരാളല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുമെങ്കിൽ അവിടെ ഒരു അത്ഭുതം കർത്താവ് ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നെ കേൾക്കുന്നവരെ എല്ലാ ഗസ്റ്റുകളും രാത്രിയാകുമ്പോൾ അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുകയാണ്. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, ക്ഷണിച്ചു കഴിഞ്ഞാൽ, വാതിൽ തുറന്നു കഴിഞ്ഞാൽ നിന്നോടും എന്നോടും കൂടെ അവൻ അത്താഴം കഴിക്കുന്നവരാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിയാൻ പിന്നെ കഴിയത്തില്ല. നിങ്ങൾ സ്വീകരിക്കുന്നവരാണെങ്കിൽ ഈ ലോകത്തിൽ മാത്രമല്ല എന്നേക്കുമായി കൂടെ ഇരിക്കുന്നവനെ കാണാൻ കഴിയും. അനാഥനാക്കത്തിൽ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കരം ഇന്ന് ചിലവരെ തൊടുമാറാകട്ടെ. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഇപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് കർത്താവിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മോടുകൂടെ അത്താഴം കഴിക്കുമെന്നുള്ളതാണ്. അതേ നിലയിൽ തന്നെ കനാവിലെ കല്യാണ വീട്ടിലേക്ക് നമ്മൾ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഈ വാക്യത്തിനകത്ത് വലിയ ആഴമുണ്ട്. ഇതാ കല്യാണ വീട്ടിൽ യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. ക്ഷണിക്കാത്ത ഇടത്ത് എൻ്റെ കർത്താവ് പോയതായി കാണുന്നില്ല. പക്ഷേ നിങ്ങൾ വിശ്വസിക്കേണ്ടവരാണെങ്കിൽ എൻ്റെ കർത്താവ് ഇതാ നിങ്ങളുടെ ഭവനത്തിലേക്ക്, ഞാൻ ആത്മാവിൽ ഇങ്ങനെയൊന്ന് വിളിച്ചു പറയാം, സക്കായിയുടെ വീട്ടിൽ ചെന്ന എൻ്റെ കർത്താവ് ആ ഭവനത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിൻ്റെ രക്ഷ വന്നിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കാനാവിലെ കല്യാണ വീട് നമുക്കെല്ലാവർക്കും അറിയാം. യേശു കർത്താവ് അവിടെ ക്ഷണിക്കപ്പെട്ടവനായി വരുമ്പോൾ അവിടെ 3-ാം ദിവസം വീഞ്ഞ് അവസാനിക്കുകയാണ്. ഞാൻ ആത്മാവിൽ ഇങ്ങനൊരു പദം നിങ്ങളെ നോക്കി ആരംഭത്തിൽ വിളിച്ചു പറയുന്നു, യേശുവിനെ ഇൻവൈറ്റ് ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഇവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അധികാരം തന്നു. ആ അധികാരത്തിൽ ജീവിക്കുന്നതിനോട് ഞാൻ വിളിച്ചു പറയാം, ജീവിതത്തിനകത്ത് ഒന്നുമില്ലാത്തവന് പോലെ ആയിത്തീരത്തില്ല. കാരണം എൻ്റെ ദൈവം സകലതും ഉളവാക്കുന്നവരാണ്, സൃഷ്ടിതാവാണ്. നിൻ്റെ ജീവിതത്തിനകത്ത് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, ദാവീദ് പറയുന്നു, ദാസനായവൻ വിളിച്ചു പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇടയൻ്റെ വലിപ്പം നിങ്ങൾ അനുഭവിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത, ഇതുവരെയും വെളിപ്പെടാത്തത് എന്തോ വലിപ്പമായി തുറന്നു വരാൻ പോകുന്നു. ആത്മാവിൽ മുഴുക
ഹൃദയത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോ. എൻ്റെ കർത്താവ് ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഒന്ന്, കാനാവിലെ കല്യാണ വീട്ടിൽ അവർ യേശുവിനെ ഇൻവൈറ്റ് ചെയ്തു. ഇൻവൈറ്റ് ചെയ്ത പ്രകാരം 3-ാമത്തെ ദിവസം അവനും ശിഷ്യന്മാരും ഇതാ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ വീട്ടിൽ വരുന്ന സമയത്ത് ആ വീട്ടിലെ കണക്കൂട്ടലുകളെല്ലാം തെറ്റുന്ന രീതിയിൽ അവിടുത്തെ വീഞ്ഞ് അവസാനിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതാ ഈ കുടുംബം അല്ലെങ്കിൽ ഈ ഭവനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ. ഭവനമാണെങ്കിലും വിവാഹമാണെങ്കിലും ജനനമാണെങ്കിലും മരണമാണെങ്കിലും 3 അക്ഷരങ്ങളിലാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്. ഒരു ഭവനത്തിനകത്ത് മാറിയാൽ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മാറിയാൽ, ഭാര്യ മാറിയാൽ ആ ഭവനത്തെ വനമായിട്ടാണ് കാണുന്നത്. കാരണം ആദ്യ അക്ഷരം സൈലന്റ് ആയാൽ അത് വനതുല്യമായി തീരും. എന്നെ കേൾക്കുന്നവരെ, ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഇന്ന് നിങ്ങളുടെ ഭവനം ഈ നിലയിലാണോ ആയിരിക്കുന്നത്? ഭവനത്തിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഒന്നിന് ഒന്ന് കീഴ്പ്പെടുത്തും, ഒന്നിനെ ഒന്ന് ഇരയാക്കും, ഒന്നിനെ ഒന്ന് ആക്രമിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. കീഴ്പ്പെടുത്തുന്ന നിലയിൽ, ഹല്ലേലൂയ; 2 ആക്രമിക്കുന്ന നിലയിൽ, 3 ഇരയാക്കുന്ന നിലയിൽ. ആ നിലയിലാണ് ഇന്ന് എന്നെ ഏതെങ്കിലും കുടുംബങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ ഭവനം ദൈവമാക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേകത ഒന്നിനെ ഒന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവരും, ഒന്നിൻ്റെ കണ്ണുനീര് ഒന്ന് തുടയ്ക്കും, ഒന്നിന് ഒന്ന് ആഹാരം കൊടുക്കും, ഒന്നിനെ ഒന്ന് പോറ്റിപ്പുലർത്തും. വലിയ സമാധാനം, വലിയ സന്തോഷം ആ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ആ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവമാണ് നിങ്ങളെ ആക്കി വെച്ചതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. കുടുംബം അല്ലെങ്കിൽ ഭവനത്തിൻ്റെ പ്രത്യേകത, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വിളിയെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ തികയ്ക്കേണ്ടതിന് വേണ്ടിയാണ് 2 പേരെ ഒരുമിച്ചാക്കുന്നത്. ഹല്ലേലൂയ. വർദ്ധിച്ച് പെരുകുക എന്നും ഭൂമിയെ വാഴുക എന്നുള്ളതും ആദ്യ വാക്കുകളാണ് ദൈവത്തിൻ്റെത്. ഇന്ന് നിങ്ങളെ ഈ ഭൂമിയിലാക്കിയത് വർദ്ധിച്ചു പെരുകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ അനുഗ്രഹത്തോടെ കാണട്ടെ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദീർഘായുസ് കൊണ്ട് നിങ്ങളെ ദൈവം തൃപ്തി വരുത്തട്ടെ. ആ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ഒരു പദം കൊണ്ടൊന്ന് വിളിച്ചു പറയുകയാണ്, ദൈവമാണ് ഹല്ലേലൂയ മനുഷ്യൻ തനിയിരിക്കുന്നു നന്നല്ല എന്നുകൊണ്ട് ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുൾ ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 2:18. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, തക്ക തുണയുടെ പ്രത്യേകത നിങ്ങൾ തിരിച്ചറിയണം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ 3 തലത്തിലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇണയായിട്ട് വിവാഹം കഴിച്ചവർ എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ പെട്ടെന്ന് കണ്ടു കൈകാലുകൾ കാണിച്ച് വേഗത്തിൽ പ്രേമത്തിൽ വിവാഹിതരായവരെയാണ് എൻ്റെ ഭാഷയിൽ ഇണയെന്ന് പറയുന്നത്. ഇണ എന്ന് പറയുന്നത് മൃഗങ്ങളെല്ലാം ഇണചേരുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സീസണിൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. ഇച്ചിലൂടെ കഴിയുമ്പോൾ പ്രശ്നങ്ങൾ അതിനകത്ത് വെളിപ്പെടുന്നത് കാണാൻ പറ്റും. 2-മത്തത് തുണയാണ്. തുണയെന്ന് പറയുന്നത് സൗന്ദര്യത്തിലും സമ്പത്തിലും ആശ്രയിച്ചിരിക്കുന്നതാണ്. വലിയ കുടുംബമാണ്, വലിയ നിലയിലാണ് എന്ന് കണ്ട് മക്കളെ കൊണ്ടുപോയി കെട്ടിച്ചിട്ട് പിന്നത്തതിൽ അത് വലിയ പ്രശ്നമായി തീരുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ തക്ക തുണ എന്ന് പറയുന്നത് ദൈവം ചെയ്യുന്നതാണ്, ദൈവം ഒരുക്കുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന കുടുംബങ്ങൾ തക്ക തുണയിലേക്ക് ആയിത്തീരട്ടെ. ദൈവം ഞങ്ങളെ ഈ ഭൂമിയിലാക്കി, ദൈവമാണ് ഞങ്ങളെ യോജിപ്പിച്ചത്. ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഞങ്ങളുടെ കുറവുകളെ തീർക്കുന്നത് ദൈവമാണ്. ഞങ്ങളുടെ നടുവിൽ ദൈവമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ഈ പദം പറയുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നടുവിൽ ആരാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്? യേശു ആണെങ്കിൽ യേശുവിൻ്റെ സമാധാനം, യേശുവിൻ്റെ സന്തോഷം, യേശുവിൻ്റെ സകല നന്മകളും നിങ്ങൾ അനുഭവിക്കും. അതേസമയം നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു ഹല്ലേലൂയ പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നതെങ്കിൽ ആ കുടുംബം മുഴുവൻ തകരുന്നത് കാണാൻ പറ്റും. ഒരു ഇരുട്ടിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബം ഗതി പിടിക്കാത്ത നിലയിലേക്ക് പോകും. തകർച്ച മാത്രമായിരിക്കും കാണുന്നത്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നടുവിൽ ഒരു ചിരിക്കുന്ന മനുഷ്യനാണ് നിങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കുടുംബമായി ചില മിനിറ്റുകൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിരിക്കുന്നത് കാണാൻ പറ്റും. അതേസമയം ശത്രുതയും പ്രശ്നവും ഉണ്ടാക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നടുവിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ ഏതോ മിനിറ്റുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ശത്രുതയും പ്രശ്നങ്ങളും സംഭവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മധ്യത്തിൽ ആരാണോ വരുന്നത് അവൻ്റെ വലിപ്പം നിങ്ങൾ കാണാൻ തുടങ്ങും. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ആദിമ മനുഷ്യനായ ആദത്തെ ഹൗവയും ഒരുമിച്ചാക്കി അവരുടെ നടുവിൽ കുടുംബത്തെ ഉറപ്പിച്ച വലിയവനായ ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് വരണം. അവിടെയാണ് കുറവുകൾ പരിഹരിക്കപ്പെടാൻ പോകുന്നത്. അവിടെയാണ് ഇമ്മാനുവേലിൻ്റെ ശക്തി വെളിപ്പെട്ട് വരുന്നത്. ഒന്നിനും കുറവില്ലാതെ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ കരം ഉയർത്തിപ്പിടിച്ചു നന്ദി പറയണം. അപ്പോൾ നമ്മൾ കനാവിലെ കല്യാണ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഇതാ അവർ യേശുവിനെ ഇൻവൈറ്റ് ചെയ്തു. 2, ഇതാ അമ്മ മറിയം എന്ന് പറയുകയാണ്, ഇവിടെ വീഞ്ഞു തീർന്നു പോയി, എല്ലാം അവസാനിച്ചു എന്ന നിലയിലാണ് മറിയ പറയുന്നത്. ഇവർക്ക് വീഞ്ഞില്ല. യേശുവിനെ 2-മത്തെ ചിന്ത ഇൻഫോം ചെയ്യുകയാണ്. നിങ്ങളുടെ വിഷയങ്ങളെ, നിങ്ങളുടെ ഏത് കടുംകട്ടിയായിട്ടുള്ള വിഷയങ്ങളെയും യേശുവിനെ ഇൻഫോം ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആവർത്തന പുസ്തകം 1:17 അധികം പ്രയാസമായതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഇൻഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ പ്രവർത്തികൾ വെളിപ്പെടും. കാനാവിലെ കല്യാണ വീട്ടിൽ ഇതാ യേശു പറയുന്നു, എൻ്റെ നാഴികയായില്ല എന്ന് പറയുമ്പോൾ യേശുവിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതിന് ഇതാ അമ്മ മറിയ
ആ ബാല്യക്കാരോട് പറയുകയാണ്, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യണം. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് യേശുവിനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബ വിഷയത്തിനകത്ത് എന്തെങ്കിലും വലിയ പ്രതിസന്ധിയിലാണെങ്കിൽ നിങ്ങൾ ചാടിക്കേറി ഡിസിഷനുകൾ എടുക്കരുത്. ആദിമ മനുഷ്യർ അല്ലെങ്കിൽ ആദ്യത്തെ കുടുംബം തകർന്നു പോകാൻ ഒറ്റ റീസണേ ഉള്ളൂ, ഹവ്വ ഒറ്റയ്ക്ക് ഡിസിഷൻ എടുത്തതാണ്. ഹല്ലേലൂയ. പാമ്പ് വന്ന് കളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സർപ്പം വന്ന് കളിപ്പിക്കുന്ന സമയത്ത് സർപ്പത്തോട് ഹവ്വായിക്ക് പറയാമായിരുന്നു, എനിക്കൊരു ഭർത്താവിനെ ദൈവം തന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ അയാളോടൊന്ന് ചോദിക്കട്ടെ. അല്ലെങ്കിൽ ഹവ്വായിക്ക് പറയായിരുന്നു, എന്നെ ദൈവമാണ് ഈ തോട്ടത്തിൽ ഏൽപ്പിച്ചത്, ഞാൻ ഈ തോട്ടത്തിലെ ഉടമസ്ഥനായ ദൈവത്തോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷേ അവൾ ആരോടും ചോദിച്ചില്ല, അവൾ തന്നെ ഡിസിഷൻ എടുത്തു. ഇങ്ങനെ തന്നെ ഡിസിഷൻ എടുക്കുന്ന ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആ കുടുംബം ഒത്തിരി നിലനിൽക്കത്തില്ല, അവർ ഒത്തിരി മുമ്പോട്ട് പോകത്തില്ല. കാരണം അവരുടെ ജീവിതത്തിനകത്ത് തകർച്ചകൾ സംഭവിക്കാം, വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകാം. ആദിമ കുടുംബം തകർന്നു പോയത് ഹവ്വ ഒറ്റയ്ക്ക് ഡിസിഷൻ എടുത്തുകൊണ്ടാണ്. രണ്ടാമത് അവർ പരസ്പരം കുറ്റപ്പെടുത്തിയവരാണ്. അവർ നിങ്ങളുടെ കുടുംബത്തിൽ പരസ്പരം നിങ്ങൾ കുറ്റപ്പെടുത്തുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ, ചില മിനിറ്റുകൾ കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുന്ന അനുഭവത്തിലേക്ക് വരും. ആ നിലയിൽ നിങ്ങൾ തുടരാതെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശുവിനെ നിങ്ങൾ ക്ഷണിക്കാൻ തയ്യാറാകുക, യേശുവിനെ നിങ്ങൾ ഇൻഫോം ചെയ്യാൻ തയ്യാറാകുക, യേശുവിനെ നിങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കാൻ തയ്യാറാകുക. എൻ്റെ കർത്താവെ, ഈ വിഷയത്തിൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ മുഴുവൻ ശ്രദ്ധിച്ചു നോക്കിയാൽ എൻ്റെ ദൈവം സഹായകനാണെന്ന് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഏറ്റവും നല്ല സഹായകനാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് വലിയ സഹായകനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അപ്പോൾ 3 ചിന്തകളാണ് ഞാൻ നിങ്ങളെ ഈ സമയത്ത് ഓർപ്പിച്ചത്. 1, ഇൻവൈറ്റ് ചെയ്യുക. 2, ഇൻഫോം ചെയ്യുക. 3, ഇൻവോൾവ് ചെയ്യിക്കുക. എല്ലാ വിഷയത്തിനകത്തും ദൈവത്തെ നിങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവത്തെ അത് ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിനകത്ത് വലിയ കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ 4ാമത്തെ ചിന്ത ദൈവത്തിൻ്റെതാണ്. ദൈവം അത് ഇൻസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങും, ദൈവം അത് ഇൻസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങും, ദൈവം അത് ഏറ്റെടുക്കാൻ തുടങ്ങും. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, കാനാവിലെ കല്യാണ വീട്ടിൽ മാനുഷിക ചിന്തയിൽ എല്ലാം അവസാനിച്ചതാണ്. പക്ഷേ എൻ്റെ ദൈവം ആ കൽപാത്രങ്ങൾ ഏറ്റെടുത്തു. വിരുന്നു വഴി പറയുന്നു, എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ സീസൺ തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബം എഴുന്നേൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറകൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയും, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറുകൾ നിങ്ങൾ വിളിക്കണം. നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്, നിങ്ങൾ കടന്നു വരാൻ തയ്യാറാകണം. വലിയ ദൈവപ്രവർത്തികൾ ഈ സമയം മുതൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചോ. വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് ഈ സമയത്ത് ഒരുങ്ങുക, സ്വീകരിക്കുക. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ് ഈ സമയത്ത് സംഭവിക്കുന്നത്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ തകർന്നതിനെ പണിയുന്ന, അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് ഇനി എങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞതിനെ അത്ഭുതമാക്കാൻ കഴിയുന്ന അങ്ങയുടെ കരം ഇപ്പോൾ അനേക മക്കളെ തൊടട്ടെ. ആ രോഗം സൗഖ്യമാകട്ടെ, ആ കുടുംബ പ്രശ്നം തീരട്ടെ, അവരുടെ ജീവിതത്തിനകത്ത് തലമുറയുടെ വിഷയത്തിനകത്ത് ഒരു അത്ഭുത വഴി തുറക്കട്ടെ. വിവാഹ ജീവിതം തകർന്നുപോയ ആ കുടുംബത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹം മുടങ്ങിപ്പോയി ആരൊക്കെയോ ശ്രദ്ധിക്കുന്നു. കർത്താവെ, മുമ്പോട്ടുള്ള വാതിലുകൾ അടഞ്ഞുപോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, വലിയൊരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പ. ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ യേശുവേ. അങ്ങയുടെ തിരക്തത്താൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ സൗഖ്യമായി വിടുതലായി എന്നെ കാണുന്ന കുടുംബങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. ഇവരുടെ നന്മ ഇപ്പോൾ ഞാൻ ഉറപ്പിക്കുകയാണ്. ഇവർ അത്ഭുതം കാണാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജോലിയിൽ വരെ വലിയ ദൈവപ്രവൃത്തി സംഭവിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഈ മണിക്കൂറുകൾ വിശ്വസിക്കുക. നിങ്ങളുടെ കുടുംബം ഒരത്ഭുതം കാണാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് യേശു ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുക. ദൈവപ്രവൃത്തി നിശ്ചയം. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.